MCR ചെരുപ്പ്, ഓർത്തോ ചെരുപ്പ് വലിയ ഗുണമൊന്നുമില്ല. ഇതൊക്കെ പഴതൊക്കെ എടുത്ത് OLX വിറ്റാലോ വലിയ ഗുണമുണ്ടാവുമോ? ഒരു ബോൾ എടുക്കുക, നിലത്ത് വെക്കുക, നന്നായിട്ട് ഉരുട്ടുക, കാലുവേദന അപ്പം ശരിയാവും. ഇതുപോലത്തെ കലാപരിപാടികൾ നമ്മൾ സ്ഥിരമായിട്ട് കാണാറുണ്ട്. ഇതൊക്കെ താൽക്കാലികമായിട്ട് പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയുന്ന ഒരു ലിഗമെന്റിൽ വരുന്ന നീർക്കെട്ടിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. താൽക്കാലികമായിട്ട്. പരിപൂർണമായിട്ട് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും? നമ്മൾ എന്തുകൊണ്ടാണ് പ്ലാന്റാർ ഫേഷ്യാറ്റിസ് വരുന്നത്, അല്ലെങ്കിൽ കുതികാൽ വേദന എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് മനസ്സിലാക്കി അതിന് വേണ്ട എക്സസൈസുകൾ, സ്ട്രെച്ച് എക്സസൈസുകൾ ചെയ്താണ് മാറ്റിയെടുക്കേണ്ടത്. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഹീൽ പെയിൻ സിൻഡ്രോം, അതല്ലെങ്കിൽ കുതികാൽ വേദന. ജനറൽ പോപ്പുലേഷനിൽ ഓർത്തോ OPയിൽ വരുന്ന ഏകദേശം 25% ആൾക്കാരോളം കുതികാൽ വേദനയോടെ വരുന്നു. കുതികാൽ വേദനയ്ക്ക് പലതരം കാരണങ്ങളുണ്ട്. ഇൻഫ്ലമേറ്ററി കോസസ്, അതായത് നീർക്കെട്ടുകൊണ്ട് വരുന്നത്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, സന്ധിവാതം, അങ്ങനത്തെ പല വാദസംബന്ധപ്പെട്ടമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അതല്ലാതെ തൈറോയിഡ് റിലേറ്റഡ് മെറ്റബോളിക് കോസസ് ഉണ്ട്, തടി കൂടുന്നത് കൊണ്ടും വ്യായാമം കൂടുതലുകൊണ്ടൊക്കെ വരാം. ഇതൊന്നും അല്ലാതെ മെക്കാനിക്കൽ കോസസ് ഉണ്ട്. ഭൂരിഭാഗം ആൾക്കാർക്ക് മെക്കാനിക്കൽ കോസസ് ആണ് കാരണം. ഇതെന്തുകൊണ്ടാണ് മാറാത്ത വെച്ചാൽ ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ റൂട്ട് കോസ്, എന്താണ് പ്രധാന പ്രോബ്ലം എന്ന് മനസ്സിലാക്കാതെ അതിൻ്റേതായിട്ടുള്ള നീർക്കെട്ട് കുറയ്ക്കാനുള്ള വ്യായാമങ്ങൾ മാത്രം ചെയ്യുന്നത് കൊണ്ടാണ് ഇത് മാറാത്തത്. സ്പെസിഫിക് ആയിട്ടുള്ള മെക്കാനിക്കൽ കോസസ്, അതായത് സ്ട്രക്ചറൽ ആയിട്ടുള്ള പ്രോബ്ലംസ്, മെക്കാനിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസിനെ മാറ്റിയെടുക്കുമ്പോഴാണ് കുതികാൽ വേദന മാറുന്നത്. എങ്ങനെയാണ് കുതികാൽ വേദന മാറുന്നത് നമുക്കൊന്ന് ഇനി നോക്കാം. കാലിൻ്റെ ഉൾഭാഗത്തിൽ വരുന്ന ഒരു ആർച്ചുണ്ട്, അതിന് നമ്മൾ മീഡിയൽ ആർച്ച് എന്ന് പറയും. നമുക്ക് ആ ആർച്ചിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ലിഗമെന്റ് ആണ് പ്ലാന്റാർ ഫേഷ്യ. അപ്പോൾ ഈ പ്ലാന്റാർ ഫേഷ്യയുടെ രണ്ട് അറ്റത്തും അറ്റാച്ച്മെന്റ്സിൽ വരുന്ന നീർക്കെട്ടാണ്. ചിലപ്പോൾ കുതികാലിൽ മാത്രമായിട്ടാണ് ഭൂരിഭാഗം സിറ്റുവേഷൻസിൽ വരാറുള്ളത്. അപ്പോൾ ഒരു ഭാഗത്ത് മാത്രം വരുന്ന നീർക്കെട്ടിനെയാണ് നമുക്ക് പ്ലാന്റാർ ഫേഷ്യാറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ അമിതമായിട്ടുള്ള ലോഡ് ഈ പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയുന്ന ലിഗമെന്റിന് മുകളിൽ വരുന്നതുകൊണ്ടാണ് പ്ലാന്റാർ ഫേഷ്യാറ്റിസ് വരുന്നത്. അപ്പോൾ ഈ അമിതമായിട്ടുള്ള ലോഡ് എപ്പോഴാണ്, എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇത് അറിയുന്നതിന് മുന്നേ നമ്മുടെ കുതികാലിൻ്റെ അവസാനത്തെ ബോണിന് നമ്മൾ കൽക്കേനിയം എന്ന് പറയും. അപ്പോൾ ഈ കൽക്കേനിയം എന്ന് പറയുന്ന ബോണ് ഓരോ പ്രാവശ്യം നിങ്ങൾ നടക്കുമ്പോൾ, കാല് പാദം വെച്ച് പാദം അവിടുന്ന് എടുക്കുമ്പോൾ ഈ കൽക്കേനിയം എന്ന് പറയുന്ന ബോൺ ഉള്ളിലേക്ക് തിരിയുന്നു. അതായത് ഇൻവേർഡ് ഫോഴ്സ് ഒരു ഭാഗത്ത് ഉള്ളിലേക്ക് തിരിയുന്നു. അപ്പോൾ ഈ ഉള്ളിലേക്ക് തിരിയുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ 4 ഫുട്ട് പാദത്തിൻ്റെ മുൻവശത്തിനെ സ്റ്റേബിൾ ആക്കി മാറ്റുന്നു. അങ്ങനെ സ്റ്റേബിൾ ആക്കി മാറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് പുഷ് ഓഫ് കിട്ടുള്ളൂ. അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് പ്രൊപ്പൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, മുന്നിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കാലിനെ, നിലത്തിനെ ഒന്ന് പുഷ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കൽക്കേനിയം എന്ന് പറയുന്ന ബോൺ, അതായത് കുതികാലിൻ്റെ മെയിൻ ബോൺ, അത് ഉള്ളിലേക്ക് തിരിയുമ്പോൾ മാത്രമേയാണ് മുൻവശത്തെ പാദം സ്ട്രോങ് ആയി നിൽക്കുള്ളൂ. നമ്മുടെ കാലിന് പിന്നിലെ ഈ കുതികാലിനെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ കാഫ് മസിൽസ് ആണ്. നമ്മുടെ ഓരോ പ്രാവശ്യം നമ്മൾ നടക്കുമ്പോൾ കാഫ് മസിൽ പ്രവർത്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നത് കുതികാൽ, അതായത് ഏറ്റവും അവസാനത്തെ ബോൺ കൽക്കേനിയം എന്ന് പറയുന്ന ബോൺ പുറത്തേക്ക് പോകുക എന്നാണ് കാഫ് മസിലിൻ്റെ പ്രധാന ജോലി. കാഫ് മസിൽ വലിയുമ്പോൾ പാദം താഴെ പോകുന്നതിനൊപ്പം തന്നെ കുതികാലും ഒരു സൈഡിലേക്ക്, അതായത് പുറം ഭാഗത്തേക്ക് തെന്നിപ്പോകുന്നു. പക്ഷെ ശരിക്കും നമുക്ക് പ്രൊപ്പൽഷൻ ഫോഴ്സ്, മുന്നിലേക്ക് നീങ്ങാനുള്ള ഫോഴ്സ് കിട്ടണമെങ്കിൽ കുതികാല് ഉള്ളിലേക്ക് തിരിയണം. അപ്പോൾ ഈ ഉള്ളിലേക്ക് തിരിയാൻ വേറെയും ഒരു മസിലുണ്ട്, ടിബിയാലിസ് പോസ്റ്റീരിയർ എന്ന് പറയുന്ന ഒരു മസിലുണ്ട്. അപ്പോൾ ഈ മസിലിൻ്റെ പ്രവർത്തനക്കുറവും ഈ കാഫ് മസിലിൻ്റെ ടൈറ്റ്നെസ്സും പ്രവർത്തന കൂടുതലും കൊണ്ട് ഓട്ടോമാറ്റിക്കലി ഈ കൽക്കേനിയം എന്ന് പറയുന്ന ബോൺ പുറത്തേക്ക് പോകുന്നു. ഈ കൽക്കേനിയം എന്ന ബോൺ പുറത്തേക്ക് തിരിയുന്നത് കൊണ്ട് പരിപൂർണമായിട്ടുള്ള ഈ പ്രൊപ്പൽഷൻ ഫോഴ്സ്, അതായത് മുന്നിലേക്ക് നടക്കാനുള്ള ഫോഴ്സ് നമുക്ക് കിട്ടാതെ പോകുന്നു. ആ കിട്ടാതെ പോകുന്ന ഫോഴ്സിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കാലിൻ്റെ പാദം, ഫുട്ടിലുള്ള പല ബോൺസും ഓവർ സ്ട്രെയിൻഡ് ആവുന്നു, കൂടുതൽ ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരുന്നു. ഓട്ടോമാറ്റിക്കലി ആർച്ചിലേക്ക് കൂടുതൽ ഫോഴ്സ് വേണ്ടി വരുന്നു. അങ്ങനെ ആർച്ചിലേക്ക് കൂടുതൽ ഫോഴ്സ് പല പ്രാവശ്യമായിട്ട് ഒരു ദിവസം വേണ്ടി വരുമ്പോൾ പ്ലാന്റാർ ഫേഷ്യയിലേക്കാണ് ഈ ഫോഴ്സ് ട്രാൻസ്ഫർ ആയി വരുന്നത്. അതുകൊണ്ടാണ് പ്ലാന്റാർ ഫേഷ്യാറ്റിസ് വരുന്നത്. മെക്കാനിക്കൽ കാരണങ്ങളിലുകൊണ്ട് വരുന്ന പ്ലാന്റാർ ഫേഷ്യാറ്റിസ് ആണ് ഭൂരിഭാഗം. 90% പേഷ്യൻസിലും മെക്കാനിക്കൽ കോസസ് കൊണ്ട് വരുന്ന പ്ലാന്റർ ഫേഷ്യാറ്റിസ് ആണ്. അതിൻ്റെ ഏറ്റവും കൂടുതൽ ശതമാനത്തോളം ആൾക്കാർ
കാഫ് ടൈറ്റ്നസ് കൊണ്ടാണ്, കാഫ് മസിൽസിന്റെ ടൈറ്റ്നസ് കൊണ്ടാണ് ഈ പ്ലാന്റർ ഫേഷ്യറ്റിസ് വരുന്നത്. കാഫ് സ്ട്രെച്ചിങ് എന്ന് പറയുന്നതാണ് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു വ്യായാമം. കാഫ് സ്ട്രെച്ചിങ് സാധാരണ രീതിയിൽ ചെയ്യുന്നതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ പാദം വലിച്ചു പിടിക്കുക എന്നുള്ളത്. മേലിലോട്ട് ഒരു തോർത്തുമുണ്ടോ അല്ലെങ്കിൽ ഒരു കയറോ പാദത്തിന് മുകളിൽ പിടിച്ച് വലിച്ചു പിടിക്കുന്ന ഒരുതരം വ്യായാമമുണ്ട്. അത് അതിന് നമ്മുടെ കാഫ് മസിൽസിനെ സ്ട്രെച്ച് ചെയ്യും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാഫ് മസിലിനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ കുതികാല് ഓട്ടോമാറ്റിക്കലി പുറത്തേക്ക് തെന്നി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ കാഫ് മസിൽ സ്ട്രെച്ച് ചെയ്യുന്നത്. സോ കാഫ് മസിൽ സ്ട്രെച്ച് ചെയ്യുമ്പോൾ കുതികാൽ ഉള്ളിലേക്ക് തിരിയുന്ന രീതിയിൽ വെച്ചും കൊണ്ട് വേണം സ്ട്രെച്ച് ചെയ്യാൻ. എന്തൊക്കെയാണ് ഡോക്ടറെ പറയുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. പേടിക്കണ്ട, മനസ്സിലാക്കണം തന്നെയില്ല. ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ കാഫ് മസിൽസ് സ്ട്രെച്ച് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇത് ഒരുതരം കാഫ് സ്ട്രെച്ച് എക്സസൈസ്, ഇതിന് ഹീൽ ഡ്രോപ്പ് എക്സസൈസ് എന്ന് പറയും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു എക്സസൈസ് ആണ് പ്ലാന്റർ ഫേഷ്യറ്റിസിന്. പക്ഷേ എല്ലാ പേഷ്യൻസിലും ഇത് ഗുണം കിട്ടിക്കൊള്ളുന്നില്ല. രണ്ടാമത്തെ തരം എക്സസൈസസ് വാൾ ക്ലൈംബ് അല്ലെങ്കിൽ വാൾ ലീനിങ് എക്സസൈസ് എന്ന് പറയും. ചുമരിലേക്ക് ചാരി നിന്നുകൊണ്ട് കാഫിനെ സ്ട്രെച്ച് ചെയ്യുന്ന എക്സസൈസ്. ഈ കാഫിനെ സ്ട്രെച്ച് ചെയ്യുന്ന എക്സസൈസിൽ നമുക്ക് മറ്റേ കാലുകളെ പരിപൂർണമായിട്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കുതികാൽ ഉള്ളിലേക്ക് തിരിയുന്നു. സോ കുതികാൽ എല്ല് ഉള്ളിലേക്ക് തിരിയണം എന്നുണ്ടെങ്കിൽ മറ്റേ കാലിനെ ക്രോസ് ചെയ്തും കൊണ്ട് സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യമുള്ള കാഫ് സ്ട്രെച്ച് നമുക്ക് കിട്ടും. സോ നിങ്ങൾ ചെയ്യുന്ന കാഫ് സ്ട്രെച്ചസിനെ ഈ രീതിയിൽ ഒന്ന് മോഡിഫൈ ചെയ്യൂ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സോ കാഫ് സ്ട്രെച്ചസ് ആർ ഹെൽപ്പിംഗ് യു. രണ്ടാമത്തെ കാരണം എന്താണ്? ഡോക്ടർ ഒരു കാരണം പറഞ്ഞു, കാഫ് ടൈറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് കുതികാൽ വേദന വരുന്നത് ഒരു കാരണം പറഞ്ഞു. വേറെ എന്തൊക്കെ കാരണങ്ങളുള്ളൂ? നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പെൽവിസ്, നമ്മുടെ ഇടുപ്പിന്റെ ബോൺ ടിൽറ്റ് ആവുന്നു. ഒരു കാലിലേക്ക് വെയിറ്റ് കൊടുക്കുമ്പോൾ മറ്റേ ഭാഗം താഴോട്ട് പോകുന്നു, ഈ കാലിലേക്ക് വെയിറ്റ് കൊടുക്കുമ്പോൾ മറ്റേ ഭാഗം താഴോട്ട് പോകും. ഇങ്ങനെ കുലുങ്ങി നടക്കുന്ന ഒരുതരം രീതിയുണ്ട്. അപ്പൊ ഈ കുലുങ്ങി നടക്കുന്നത് രീതി എന്തുകൊണ്ടാണ് വരുന്നത് വെച്ചാൽ നമ്മുടെ രണ്ട് സൈഡിലത്തെ ഈ പെൽവിസിനെ, നമ്മുടെ ഇടുപ്പിന്റെ എല്ലിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു മസിലുണ്ട്, ഗ്ലൂട്ടിയസ് മീഡിയസ്. അതിന്റെ പ്രവർത്തനക്കുറവുകൊണ്ടാണ് നമ്മളിങ്ങനെ കുലുങ്ങി. അപ്പൊ ഇങ്ങനെ കുലുങ്ങി നടന്നോളം നിന്നില്ല. നമ്മൾ കാണുമ്പോഴുള്ള ഈ കുലുക്കം ഇല്ലാതെ തന്നെ കുറേശ്ശെ ചെറിയ രീതിയിൽ ഈ ഗ്ലൂട്ടിയസ് മീഡിയസിന് ശക്തിക്കുറവ് വരുമ്പോൾ, ഓപ്പോസിറ്റ് സൈഡിലത്തെ ഗ്ലൂട്ടിയസ് മീഡിയസിന് ശക്തിക്കുറവ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇടതുഭാഗത്തെ ഗ്ലൂട്ടിയസ് മീഡിയസിന് ശക്തിക്കുറവ് വരുമ്പോൾ വലതുഭാഗത്തെ കാഫ്, വലതുഭാഗത്തെ ആങ്കിൾ, വലതുഭാഗത്തെ ഫുട്ടൊക്കെ, ആർച്ചൊക്കെ ഫ്ലാറ്റൻഡ് ഔട്ടായി മാറും. ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മൾ നടക്കുന്നു, ഇടതുഭാഗത്തെ ഗ്ലൂട്ടിയസ് മീഡിയസ് വീക്ക് ആവുന്നു, അതുകൊണ്ട് തന്നെ നമ്മുടെ പെൽവിസ് ഒരു ഭാഗത്ത് ടിൽറ്റ് ആവുന്നു. ഈ ടിൽറ്റിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി പാദം ഫ്ലാറ്റായി മാറുന്നു. ഈ ഫ്ലാറ്റ് ആവുന്നത് കൊണ്ട് ആർച്ചിലേക്ക് കൂടുതൽ ലോഡ് വരുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓപ്പോസിറ്റ് സൈഡ് ഗ്ലൂട്ടിയസ് മീഡിയസ് ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ്, ഏത് കാലിലാണ് വേദനയുണ്ടോ അതിന്റെ മറ്റേ സൈഡിലത്തെ ഗ്ലൂട്ടിയസ് മീഡിയസിനെ സ്ട്രെങ്തൻ ചെയ്യുക എന്ന് പറയുന്നതാണ്. എങ്ങനെ ഗ്ലൂട്ടിയസ് മീഡിയസിനെ സ്ട്രെങ്തൻ ചെയ്യാം? ഇങ്ങനെ ചെരിഞ്ഞ് കടന്നുകൊണ്ട് നിങ്ങളുടെ കാലിനെ സൈഡിലേക്ക് പൊക്കുന്ന രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യാം. അതല്ലാതെയും വേറെ 1-2 എക്സസൈസുകൾ ഞാൻ കാണിച്ചു തരാം, ആഡ് ചെയ്യാം. വേറെ എന്തൊക്കെയാണ് ഡോക്ടർ കാരണം? വേറെ നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ നടക്കുമ്പോഴും നമ്മൾ അറിയാതെ നമ്മുടെ ദേഹത്തിൽ പല ജോയിന്റ്സിൽ പല രീതിയിൽ ചലനങ്ങൾ വരുന്നുണ്ട്. പാദം മാത്രമല്ല മുന്നോട്ടും പിന്നോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് മുട്ട് ചെറുതായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു, ഹിപ്പ് ചെറുതായിട്ട് മുന്നിലേക്ക് വരുന്നു, ഹിപ്പ് ടിൽറ്റിനെ കറക്റ്റ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ മൊത്തം പെൽവിസ് ആൻഡ് ലംബാർ സ്പൈൻ, നട്ടെല്ലും മേൽഭാഗത്തെല്ലും കംപ്ലീറ്റ് ആയിട്ട് ഒരു ഭാഗത്തേക്ക് തിരിയുന്നു. ഈ തിരിയൽ എന്ന് പറയുന്നത് നമുക്ക് കണ്ടോളണമെന്നില്ല. ഒരു 5 ഡിഗ്രിയോ 3 ഡിഗ്രിയൊക്കെയാണ് സാധാരണ തിരിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നോട്ടീസ് ചെയ്തോളുന്നില്ല. പക്ഷേ ഒരു ഗെയിറ്റ് അനാലിസിസ്, അതായത് ഒരു നടത്തത്തിന്റെ ശൈലിനെ നമ്മൾ പഠനം ചെയ്യുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്ന ഒരുപാട് എല്ലുകളും ഒരുപാട് ജോയിന്റ്സും ഇതിൽ ഇൻവോൾവ് ആണെന്നുള്ളതാണ്. നട്ടലിന്റെ മേൽവശം, നടുഭാഗത്തെ നട്ടലിന്റെ മുതൽ താഴെ പാദം വരയ്ക്കും പല എല്ലുകൾക്കും ചലനങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് സാധാരണ രീതിയിൽ നടത്തത്തിൽ കാണുന്നത്. അപ്പം നമ്മുടെ നട്ടലിനെ നമ്മളറിയാതെ ഒരു 3 ഡിഗ്രിയോളം ഓരോ കാല് മുന്നിലേക്ക് വെക്കുമ്പോഴും നമ്മുടെ നട്ടലിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പം നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ പ്രോപ്പറായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ നമ്മുടെ പാദത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ ഫോഴ്സ് വരുന്നത്. സോ ഈ ഫോഴ്സിനെ നമുക്ക് എങ്ങനെ കൗൺട്രാക്ട് ചെയ്യാം? നമ്മുടെ നട്ടലിന്റെ റൊട്ടേഷൻസിനെ ഇമ്പ്രൂവ് ചെയ്യണം. നട്ടലിനെ റൊട്ടേഷൻസ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ നട്ടലിന്റെ മേൽഭാഗത്തിൽ കൂന് വരാത്ത നട്ടലായിരിക്കണം. കൂനുകൊണ്ട് ഇരിക്കുന്ന നട്ടലിനെ കാര്യമായിട്ട് റൊട്ടേഷൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കൂന് കറക്റ്റ് ചെയ്തിട്ടുള്ള റൊട്ടേഷൻസ് വേണം ഇമ്പ്രൂവ് ചെയ്യാൻ. കൂന് എങ്ങനെ കറക്റ്റ് ചെയ്യാം? ഈ രീതിയിൽ നട്ടലിനെ നിവർത്തിയെടുക്കുമ്പോൾ നട്ടലിന്റെ പോസ്ചർ കറക്ഷൻ വരും. ഈ പോസ്ചർ കറക്ഷൻ വരുമ്പോൾ മാത്രമേ ഓരോ പ്രാവശ്യം നിങ്ങൾ കാല് മുന്നിലേക്കും പിന്നിലേക്കും എടുത്ത് നടക്കുമ്പോൾ
നട്ടെല്ലിന് ചെറിയ രീതിയിൽ റൊട്ടേഷൻസ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഈ റൊട്ടേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പ്ലാന്റാർ ഫേഷ്യയിലേക്ക് ലോഡ് വരാതിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 3 തരം കാരണങ്ങളാണ് നമുക്ക് പ്ലാന്റാർ ഫേഷ്യൈറ്റിസ് മെക്കാനിക്കൽ കോസസ് ആയിട്ട് വരുന്നത്. മെക്കാനിക്കൽ കോസസ് ആണ് ഏറ്റവും കോമൺ. നിങ്ങൾക്ക് ഭൂരിഭാഗം ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം പേർക്കും കുതിവേദന ഉണ്ടെങ്കിൽ ഈ വക എക്സസൈസുകൾ നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഹോപ്പ്ഫുള്ളി നാളെ മുതൽ തന്നെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ വേദന കുറയില്ല. വേദന കുറയ്ക്കാൻ മരുന്നുകളോ പെയിൻ കില്ലേഴ്സോ നിങ്ങൾ മുന്നേ ചെയ്തിരുന്ന കാലിൻ്റെ അടിയിൽ ചൂടുവെള്ളം വയ്ക്കുക, തണുപ്പ് വയ്ക്കുക, അല്ലെങ്കിൽ ഒരു ബോൾ വെച്ച് ഉരുട്ടുക, ഇതുപോലത്തെ താൽക്കാലിക ട്രീറ്റ്മെന്റ്സ് വേണ്ടി വരും. പക്ഷേ പെയിൻ ഒന്ന് കുറഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ഈ വക സ്ട്രെച്ച് എക്സസൈസ് നിങ്ങൾ ചെയ്യാൻ തുടങ്ങി 3 to 6 വീക്സിൽ നിങ്ങൾക്കൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ഏതെങ്കിലും ഒരു രീതിയിലത്തെ ഒരു സ്ട്രെച്ച് മാത്രം ചെയ്താൽ മാത്രം പോരാ, മൾട്ടിപ്പിൾ ഏരിയാസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ പ്രോബ്ലം ചിലപ്പോൾ ഗ്ലൂട്ടിയസ് മീഡിയസിലാവാം, നിങ്ങളുടെ പ്രോബ്ലം ചിലപ്പോൾ നട്ടെല്ലാവാം, ചിലപ്പോൾ നിങ്ങളുടെ പ്രോബ്ലം ചിലപ്പോൾ നിങ്ങളുടെ കാഫ് മസിൽസിലാവാം. അപ്പോൾ ഇത് 3 തന്നെ അറ്റ് എ ടൈം നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യണം. ഇതൊരു വളരെ ലോങ് വീഡിയോ ആയിപ്പോയി, പക്ഷേ ഇതൊരു കോംപ്ലക്സ് ടോപ്പിക്കാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇത് എനിക്ക് തോന്നുന്നു ഇത് ഭൂരിഭാഗം ജനറൽ ഡോക്ടേഴ്സിന് പോലും ഇതിനെക്കുറിച്ചുള്ള അറിവുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് എനിക്ക് പറയേണ്ടി വന്നത്. ഇത് എല്ലാവർക്കും മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിക്കുന്നു, മനസ്സിലാവണം എന്ന് വിചാരിക്കുന്നു. മനസ്സിലായാൽ മാത്രമേ നമുക്കൊരു പ്രവൃത്തി വൃത്തിയായി ചെയ്യാൻ പറ്റൂ. മനസ്സിലാവാത്ത കാര്യത്തിനെ നമുക്ക് കണ്ണടച്ച് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ മനസ്സതിന് അനുവദിക്കില്ല. മനസ്സിലായിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. സോ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇത്രയും ഡീറ്റെയിൽഡ് പറയേണ്ടി വന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതുമായിട്ട് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം. ഹോപ്പ്ഫുള്ളി ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. കണ്ടിന്യൂ വാച്ചിങ്. ബൈ.